ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ പെസഹ സന്ധ്യയായപ്പോൾ അവർ ഭക്ഷിപ്പാനിരുന്നു. അന്നേരം അവൻ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്നു ഞാൻ സത്യം സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവർ അത്യന്തം ദുഃഖത്തോടെ ഞാനോ കർത്താവേ എന്ന് പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. ഹലോ, ചെറുനെല്ലി പോലീസ് സ്റ്റേഷൻ. ജോസഫിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണോ? ഇല്ലല്ലോ, ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. പത്രക്കാരനാ ജോസഫിനെ അറസ്റ്റ് ചെയ്തോന്ന്. ഇവന്മാരിതൊക്കെ എങ്ങനെ മണത്തറിയുന്നാവോ? നമ്മുടെ ബാലമ്പിള്ളയ്ക്ക് ഇന്നലെ ഒരു ഉടുമ്പിനെ കിട്ടിയെന്ന് പറയുന്നത് കേട്ടു സാർ. ഉടുമ്പ് വേണ്ട, അതിന്റെ ഇറച്ചി ചുമ്മാ ചകിരി മാതിരി ഇരിക്കും. അവനോടൊരു മാനിനെ തട്ടം പറ. പറഞ്ഞിട്ടുണ്ട് സാർ. സാർ പോകുന്നതിന് ഇപ്പുറം ശരിയാക്കാം. തോലും വേണം, ഭിത്തി തൂക്കിയിട്ട നല്ല ശേല കാണാൻ. സർ, എന്തായടോ? ഒരക്ഷരം മിണ്ടുന്നില്ല സാർ. ഞങ്ങൾ 3 പേര് 1 മണിക്കൂറായിട്ട് നോക്കുക. അവന്റെ നാക്ക് പിഴുതെടുക്കടോ റാസ്കൽ. പറഞ്ഞിരുന്നെങ്കിൽ രണ്ടിലൊന്നും ആകായിരുന്നു സാർ. ഇതിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? അവന്റെ വായിൽ നിന്നൊന്നും പറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വിളിക്കട്ടെ, അതുവരെ നോക്ക്. ചാകരുത്. സർ, എന്തായടോ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ ട്രെങ്കോൾ? ബുക്ക് ചെയ്തിട്ടുണ്ട് സർ. ഹലോ, ചെറുനെല്ലി പോലീസ് സ്റ്റേഷൻ. ലൈൻ കിട്ടി സർ. ഗുഡ് ഈവനിങ് സർ. അതെ സർ. ശരി സർ. 2 ദിവസമായിട്ട് ഒന്നും പറയുന്നില്ല സർ. ഇല്ല സർ, അത് ഞാൻ മാനേജ് ചെയ്തോളാം സർ. താങ്ക് യു സർ. തട്ടിയേക്കാനാ പറയുന്നത്. Come on. അവനെ വിളിക്കേ. രവീന്ദ്രൻ സാറേ, ഏമാൻ വിളിക്കുന്നു. ജീപ്പിക്കർ.
ഇവനെ നിങ്ങൾക്കറിയാമല്ലോ, ജോസഫ്. നിരവധി ആൾക്കാരെ ഇവൻ കൊന്നിട്ടുണ്ട്. ഒത്തിരി പേരുടെ സ്വത്തും മുതൽ ഇവൻ കൊള്ളയടിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള കൂലിയായിട്ട് നമ്മൾ ഇവനെ ഇവിടെ വെച്ച് കൊല ചെയ്യാണ്. നിങ്ങളിൽ ആരത് ചെയ്യും? ഈ നല്ല കാര്യം ചെയ്യാൻ ചങ്കുറപ്പുള്ളവൻ കൈവക്കിക്കേ. Come on! എന്താടാ നായിന്റെ മോനെ, നിന്റെ കൈ പൊങ്ങത്തില്ലേ? അതോ നീ നക്സലാണോ? എന്നാ പിന്നെ നീ തന്നെ കൊന്നാ മതി. വെക്കടാ വെടി, അവനെ നെഞ്ചും കൂടി നോക്കി. വെടി. വേണ്ട സാർ, ദൈവത്തെ ഓർത്ത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നീ കൊന്നില്ലെങ്കിലുണ്ടല്ലോ, ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൂടി മരിച്ചു. വലിക്കടാ കാഞ്ചി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തളയും. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള.
എന്താണ് നായിന്റെ മോനെ, നിന്റെ തന്തയാണ് ചത്തെടുക്കുന്നേ? ഇന്നലെ നടന്ന വിവരങ്ങൾ വല്ലതും പുറത്തറിഞ്ഞ നിന്നെ ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും. പറഞ്ഞേക്കാം. പറഞ്ഞ മനസ്സിലായോടാ? മനസ്സിലായോ? ഒന്ന് ഈ കഴിഞ്ഞ 35 വർഷം ഞാനിത് ആരോടും പറഞ്ഞില്ല. ഈ നെഞ്ചും കൂടിനകത്ത് അമർത്തി വെച്ചു. നിറയൊഴിക്കുന്ന നേരത്തെ സഖാവ് ജോസഫിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ ശ്രീ രവീന്ദ്രപിള്ളയ്ക്ക്? ഓർമ്മയുണ്ടോന്നോ? കൊച്ചെന്തോ ചോദ്യമായി ചോദിക്കുന്നത്. അന്നേരം അവിടെ നടന്നൊരു കാര്യവും മറക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്റെ ഈ 35 കൊല്ലം പാഴായത്. ആക്ച്വലി എങ്ങനെയാണ് സഖാവ് ജോസഫ് പ്രതികരിച്ചത്? എന്റെ മുഖമുയർത്തി നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ ഒരു മുദ്രാവാക്യം വിളിച്ചു. അന്നൊരു പക്ഷെ സാറ് സഖാവിനെതിരെ നിറയൊഴിച്ചില്ലായിരുന്നെങ്കിൽ അവർ താങ്കളെ കൊലപ്പെടുത്തുമായിരുന്നോ? പക്ഷെ ഇപ്പൊ തോന്നുന്നു അതായിരുന്നു നല്ലതെന്ന്. സഖാവ് ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചത് ഈ DIG പരശുരാമും SP ശശീന്ദ്രനും കൂടിയാണോ, അതോ ഉന്നതകളിൽ നിന്നാരെങ്കിലും? അന്ന് സഖാവിനെ അറസ്റ്റ് ചെയ്തതിന് 3-ാം ദിവസം സന്ധ്യക്ക് പരശുരാം സാർ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രങ്ക് ബുക്ക് ചെയ്തു. ആരോടോ സംസാരിച്ചു. അവിടെ നിന്ന് ആർഡർ കിട്ടിയത് വെടിവെച്ച് കൊന്നു. ശവത്തിന്റെ കയ്യിൽ ഒരു നാടൻ തോക്ക് പിടിപ്പിച്ചു. എന്നിട്ട് ഏറ്റുമുട്ടലിൽ ചത്തതാണെന്ന് പത്രക്കാരോട് പറഞ്ഞു.